വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയുടെ മുന്നണികൾ. എക്സിറ്റ് പോളുകളിലെ അപ്രതീക്ഷിത പ്രവചനങ്ങളാണ് കേരളത്തിൽ ചർച്ചയാവുന്നത്. ബി.ജെ.പി. താമര വിരിയിക്കില്ലെന്ന് വാദിക്കുന്ന എൽ.ഡി.എഫും യു.ഡി.എഫും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഒരുപോലെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. അതേസമയം തൃശൂർ മണ്ഡലത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. CPIM ശരിക്കും അങ്കലാപ്പിലാണ്. പുറമെ എക്സിറ്റ് പോളുകളെ പരിഹസിച്ച് തള്ളുന്നുണ്ടെങ്കിലും അവ നൽകുന്ന പൊതുസൂചനയാണ് ആശങ്ക. സീറ്റെണ്ണത്തിൽ പിന്നോട്ട് പോകുന്നതിനൊപ്പം പാർട്ടിക്ക് ആശങ്ക നിറയ്ക്കുന്നതാണ് വോട്ട് വിഹിതത്തിൽ പ്രവചിക്കപ്പെടുന്ന വലിയ ചോർച്ച. എക്സിറ്റ് പോളുകൾക്ക് BJPയെ ജയിപ്പിക്കാമെന്നും എന്നാൽ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കില്ല എന്നുമായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവുമ്പോൾ എക്സിറ്റ് പോൾ കൊണ്ട് BJPയെ ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ പറ്റും. എക്സിറ്റ് പോൾ ഫലങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കുമെന്നുമായിരുന്നു A. വിജയരാഘവന്റെ പ്രതികരണം. കേരളത്തിൽ മേൽക്കൈ നേടുമെന്ന പ്രവചനമുണ്ടെങ്കിലും എക്സിറ്റ് പോളിനെ പൂർണ്ണമായി തള്ളുന്ന UDF 2020 അവകാശവാദത്തിലാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രവചനങ്ങളെ UDFും പരിഹസിക്കുന്നു. ഏപ്രിൽ 26 മുതൽക്ക് ഒരേ പ്രതീക്ഷ തന്നെ. ആ ദിവസമല്ലേ വോട്ട് നടന്നത്. അത് കഴിഞ്ഞിട്ട് വെറും കാത്തിരിക്കുകയല്ലേ. ഈ എക്സിറ്റ് പോൾ പറഞ്ഞാൽ പുതിയൊരു വോട്ടല്ലല്ലോ. നല്ലൊരു കംഫർട്ടബിൾ വിജയമായിരിക്കും, ഒരു സംശയമില്ല ഞങ്ങളുടെ മനസ്സിൽ. മാർച്ച് 9 ഇവിടെ വന്നിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDFനും ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. അതിപ്പോൾ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ, 8 മണി കഴിഞ്ഞാൽ വാടും. അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. കേരളത്തിലുണ്ടാവില്ല. 5 നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം UDFനുണ്ടാവും. കേരളത്തിൽ UDF വലിയ വിജയം നേടുമെന്നും അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോട്ടയത്തെയും എരുമേലിയിലെയും ക്ഷേത്രങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തി. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷയുണ്ടെന്നും കേരളത്തിലും മാറ്റമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഞാനിപ്പോൾ നന്നായി അധ്വാനിച്ചു, ഇവിടെ പ്രവർത്തകരെല്ലാം അധ്വാനിച്ചു, NDAൻ്റെ എല്ലാ ലീഡേഴ്സും അധ്വാനിച്ചു. ജനങ്ങൾ ഇവിടെ മാറ്റം വേണമെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ അവരുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നാളെ കാണാം. 1 മുതൽ 4 സീറ്റ് വരെ നേടുമെന്ന എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വോട്ട് ശതമാനം ഉയരുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.